everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 69th lecture on recovery and refund of income tax, which is a subject for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we had concluded our third chapter, Advance Payment of Tax, and in this lecture, we are going to start our new chapter, that is Refund of Tax. We are going to discuss about refund of tax, situation under which refund of tax is allowed, and persons entitled to claim refund in certain special cases. Refund of tax. If any person satisfies the assessing officer that the amount of tax paid by him or on his behalf for any assessment year exceeds the amount with which he is properly chargeable under the Income Tax Act for that year, he shall be entitled to a refund of the excess. അതായത് ഒരു പേഴ്സൺ അസസിംഗ് ഓഫീസറിനെ ബോധ്യപ്പെടുത്തുകയാണ് ഒരു അസസ്മെൻറ്റ് ഇയറിൽ ഈ പേഴ്സൺ പേ ചെയ്ത ടാക്സോ അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ബിഹാഫിൽ മറ്റാരെങ്കിലും പേ ചെയ്ത ടാക്സോ ആ ഇയറിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പ്രോപ്പർലി ചാർജബിൾ ആകുന്ന ടാക്സിൻ്റെ എമൗണ്ടിനേക്കാളും കൂടുതലാണ്. അതായത് ഒരു ഇയറിൽ ഒരു പേഴ്സൻ്റെ ഇൻകത്തിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പ്രോപ്പർലി ചാർജബിൾ ആകുന്ന ടാക്സിൻ്റെ എമൗണ്ടിനേക്കാളും കൂടുതലാണ് ഈ പേഴ്സണോ അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ബിഹാഫിൽ മറ്റാരെങ്കിലുമോ പേ ചെയ്ത ടാക്സിൻ്റെ എമൗണ്ട് എങ്കിൽ ഈ കാര്യം അസസിംഗ് ഓഫീസറിനെ ഈ പേഴ്സൺ ബോധ്യപ്പെടുത്തിയാൽ എക്സസ് എത്ര എമൗണ്ട് ഓഫ് ടാക്സ് ആണോ പേ ചെയ്തത് ആ പേ ചെയ്ത ടാക്സിൻ്റെ റീഫണ്ടിന് ഈ പറഞ്ഞ പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ആണ്. ഈ പേഴ്സണിന് ഈ എക്സസ് പേ ചെയ്ത ടാക്സ് റീഫണ്ട് ചെയ്യപ്പെടും. ഓക്കെ, and it comes under section 237 of Income Tax Act. And the next topic is situation under which refund of tax is allowed. Refund of tax allow ചെയ്യുന്ന situations ഏതൊക്കെയാണ്? First one is the tax deducted at source from salary, interest on securities or debentures, dividend or other payment is higher than the amount of tax payable as determined on regular assessment. അതായത് സാലറിയിൽ നിന്നോ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൽ നിന്നോ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിൽ നിന്നോ ഡിവിഡൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേയ്മെൻറ്റിൽ നിന്നോ അറ്റ് സോഴ്സ് ഡിഡക്റ്റ് ചെയ്ത ടാക്സ് എന്ന് പറയുന്നത്, അതായത് ടി ഡി എസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് റെഗുലർ അസസ്മെൻറ്റ് പ്രകാരം ഡിറ്റർമൈൻ ചെയ്ത എമൗണ്ട് ഓഫ് ടാക്സ് പേബിളിനേക്കാളും കൂടുതലാണ് എങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ റീഫണ്ട് അലോ ചെയ്യുന്നതാണ്. ഓക്കെ, second one is the amount of advance tax paid or the tax paid on the basis of self-assessment exceeds the tax payable as determined on regular assessment. അതായത് അഡ്വാൻസ് ടാക്സ് പെയ്ഡ് അല്ലെങ്കിൽ സെൽഫ് അസസ്മെൻറ്റിൻ്റെ ബേസിസിൽ പേ ചെയ്ത ടാക്സ് എന്ന് പറയുന്നത് റെഗുലർ അസസ്മെൻറ്റിൽ ഡിറ്റർമൈൻ ചെയ്ത ടാക്സ് പേബിളിനേക്കാളും കൂടുതലാണ് എങ്കിൽ ആ ഒരു സിറ്റുവേഷനിലും റീഫണ്ട് അലോ ചെയ്യുന്നതാണ്. Third one is the tax determined and paid on the basis of regular assessment gets reduced as a result of rectification of mistake in the earlier assessment or through appellate or revision orders of the higher authorities. അതായത് റെഗുലർ അസസ്മെൻറ്റിൻ്റെ ബേസിസിൽ ഡിറ്റർമൈൻ ചെയ്യുകയും പേ ചെയ്യുകയും ചെയ്ത ടാക്സിൻ്റെ എമൗണ്ട് ഏർലിയർ അസസ്മെൻറ്റിൽ സംഭവിച്ച എന്തെങ്കിലും മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിൻ്റെ അപ്പലേറ്റ് ഓർ റിവിഷൻ ഓർഡേഴ്സിൻ്റെ ഭാഗമായിട്ടോ റെഡ്യൂസ് ചെയ്യുകയാണ് എങ്കിൽ ആ സിറ്റുവേഷനിലും റീഫണ്ട് അലോ ചെയ്യുന്നതാണ്. അതായത് ഒരു അസസി റെഗുലർ അസസ്മെൻറ്റിൻ്റെ ബേസിസിൽ ഡിറ്റർമൈൻ ചെയ്ത ടാക്സിൻ്റെ എമൗണ്ട് പേ ചെയ്തു. പിന്നീട് മുൻപ് നടന്ന അസസ്മെൻറ്റിൽ സംഭവിച്ച ഏതെങ്കിലും മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യുകയാണ്. ഈ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായി റെഗുലർ അസസ്മെൻറ്റ് പ്രകാരം ഡിറ്റർമൈൻ ചെയ്യുകയും പേ ചെയ്യുകയും ചെയ്ത ടാക്സിൻ്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസ് അപ്പീലിൻ്റെ ഭാഗമായിട്ടോ റിവിഷൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് റെഗുലർ അസസ്മെൻറ്റിൽ ഡിറ്റർമൈൻ ചെയ്യുകയും പേ ചെയ്യുകയും ചെയ്ത ടാക്സിൻ്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യുകയാണ്.
ഈ സിറ്റുവേഷൻസിലും റീഫണ്ട് ഓഫ് ടാക്സ് അലോ ചെയ്യുന്നതാണ്. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് സിറ്റുവേഷൻ ഈസ് ആസ് എ റിസൾട്ട് ഓഫ് ഡബിൾ ടാക്സേഷൻ റിലീഫ്. ഡബിൾ ടാക്സേഷൻ റിലീഫിൻ്റെ ഭാഗമായും റീഫണ്ട് അലോ ചെയ്യാവുന്നതാണ്. ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ഏൺ ചെയ്യുന്ന ഒരു ഇൻകത്തിന് തൻ്റെ കൺട്രി ഓഫ് റെസിഡൻസിലും ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഏത് കൺട്രിയിലാണോ ഈ ഇൻകം ഏൺ ചെയ്തത് അവിടെയും ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് ചെയ്യുന്നതിനും റെഡ്യൂസ് ചെയ്യുന്നതിനുമൊക്കെ വേണ്ടി കൺട്രീസ് നൽകുന്നതാണ് ഡബിൾ ടാക്സേഷൻ റിലീഫ്. ഡബിൾ ടാക്സേഷൻ റിലീഫ് ഗ്രാൻഡ് ചെയ്യുന്ന സിറ്റുവേഷനിലും റീഫണ്ട് ഓഫ് ടാക്സ് അലോ ചെയ്യുന്നതാണ്. An assessee can claim refund only if the income in respect of which refund of tax is claimed has been included in his total income as per the return submitted. അതായത് ഒരു അസസ്സിക്ക് റീഫണ്ട് ഓഫ് ടാക്സ് ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ റീഫണ്ട് ഓഫ് ടാക്സ് ഏത് ഇൻകവുമായിട്ട് റിലേറ്റ് ചെയ്താണോ ക്ലെയിം ചെയ്യുന്നത് ആ ഇൻകം സബ്മിറ്റ് ചെയ്ത റിട്ടേണിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഓക്കെ. And the next portion is persons entitled to claim refund in certain special cases which comes under section 238 of Income Tax Act. അതായത് certain special cases-ൽ റീഫണ്ട് ഓഫ് ടാക്സ് ക്ലെയിം ചെയ്യാൻ എൻറ്റൈറ്റിൽഡ് ആയ പേഴ്സൺസ് ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ അസസി ഹു ഹാസ് പെയ്ഡ് ദ ടാക്സ്. അതായത് ടാക്സ് പേ ചെയ്യുന്ന അസസി. ദിസ് അസസി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ക്ലെയിം റീഫണ്ട് ഓഫ് ടാക്സ്. Second one is where the income of one person is included in the total income of any other person, the latter alone shall be entitled to refund in respect of such income. അതായത് ഒരു പേഴ്സൻ്റെ ഇൻകം മറ്റൊരു പേഴ്സൻ്റെ ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡഡ് ആണ് എങ്കിൽ ആരുടെ ടോട്ടൽ ഇൻകത്തിലാണോ ആദ്യം പറഞ്ഞ പേഴ്സൻ്റെ ഇൻകം ഇൻക്ലൂഡ് ചെയ്യുന്നത് ആ പേഴ്സൺ ആയിരിക്കും ആ ഇൻകവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റീഫണ്ടിന് എൻറ്റൈറ്റിൽഡ് ആകുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മൈനർ ചൈൽഡിൻ്റെ ഇൻകം ഈ മൈനർ ചൈൽഡിൻ്റെ ഫാദറിൻ്റെ ഇൻകവുമായിട്ട് ക്ലബ്ബ് ചെയ്യുകയാണ് എങ്കിൽ ഈ ക്ലബ്ബ് ചെയ്ത മൈനർ ചൈൽഡിൻ്റെ ഇൻകവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റീഫണ്ടിന് എൻറ്റൈറ്റിൽഡ് ആകുന്നത് ഈ മൈനർ ചൈൽഡിൻ്റെ ഫാദറാണ്. ഓക്കെ. And the third one is, in case of death, incapacity, insolvency, liquidation or other causes, a person is unable to claim or receive any refund due to him, his legal representative or trustee or guardian or receiver, as the case may be, shall be entitled to claim or receive the refund on behalf of such person. അതായത് ഒരു പേഴ്സൻ്റെ ഡെത്ത് കൊണ്ടോ ഇൻകപ്പാസിറ്റി കൊണ്ടോ ഇൻസോൾവൻസി കൊണ്ടോ ഒരു കമ്പനിയുടെ ലിക്വിഡേഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഈ പേഴ്സണിന് തനിക്ക് ഡ്യൂ ആയ റീഫണ്ട് ക്ലെയിം ചെയ്യാനോ റിസീവ് ചെയ്യാനോ പറ്റുന്നില്ല എങ്കിൽ ഈ പേഴ്സൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവോ അല്ലെങ്കിൽ ട്രസ്റ്റിയോ അല്ലെങ്കിൽ ഗാർഡിയനോ അല്ലെങ്കിൽ റിസീവറോ ആസ് ദ കേസ് മേ ബി ആയിരിക്കും ഈ പേഴ്സൻ്റെ ബിഹാഫിൽ ഈ പറഞ്ഞ റീഫണ്ട് ക്ലെയിം ചെയ്യുകയോ റിസീവ് ചെയ്യുകയോ ചെയ്യുന്നത്. ഓക്കെ. We will discuss the balance portion under refund of tax in the next lectures. Thank you.